ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ ബോട്ടിൽ ബൂത്തുകളിലെ മാലിന്യം നീക്കം ചെയ്യുന്നില്ലെന്നാരോപിച്ച് UDF കഴിഞ്ഞ ദിവസം നടത്തിയ സമരം രാഷ്ട്രീയ നാടകമായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. മാലിന്യം നീക്കത്തിന് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തതായിരുന്നു. എന്നാൽ പ്രസിഡന്റിന്റെ സഹോദരൻ മരിച്ച ദിവസം നോക്കി അനാവശ്യ സമരം UDF നടത്തുകയായിരുന്നുവെന്ന് ഭരണനേതൃത്വം അറിയിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ ബോട്ടിൽ ബൂത്തുകളിലെ മാലിന്യം നീക്കം ചെയ്യുന്നില്ല എന്ന് ആരോപിച്ച് UDF കഴിഞ്ഞ ദിവസം നടത്തിയ സമരം രാഷ്ട്രീയ നാടകമായിരുന്നുവെന്ന് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഭവം നടക്കുന്ന തലേദിവസത്തെ കമ്മിറ്റിയിൽ തീരുമാനമെടുത്താണ്. പെട്ടെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹോദരന്റെ മരണം. അപ്പം ഞങ്ങളെല്ലാം ആ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖത്തിലായിരുന്ന സമയത്ത് അതിൻ്റെ ശവസംസ്കാര ചടങ്ങിലാണ് രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും പ്രസിഡന്റ് അടക്കം ബാക്കി ജനപ്രതിനിധികളെല്ലാം തന്നെ ആ വീട്ടിൽ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് മാലിന്യം കയറ്റി ഈ മാലിന്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ബോട്ടിൽ ബൂത്തുകളിലുള്ള പ്ലാസ്റ്റിക്കുകൾ അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ക്യാമറ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. അത്രയും ക്യാമറ സ്ഥാപിച്ച കറ്റാനം മേപ്പിളിക്കുറ്റി റോഡിൽ കൊണ്ടുവന്ന് കുഴിയെടുത്ത് ഇടാൻ ശ്രമിക്കുമ്പോൾ നാട്ടുകാരത് തടസ്സപ്പെടുത്തി. അവിടെ മാലിന്യം ഇടാൻ പറ്റുന്നില്ല. അതായത് ആ ഇത് കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്യാമറ അടക്കമുണ്ട്. അപ്പോൾ നാട്ടുകാരത് തടയുകയുണ്ടായി. കോൺഗ്രസ്സുകാരും കോൺഗ്രസിൻ്റെ ഏതാനും മെമ്പർമാരും ചേർന്ന് കറ്റാനത്തിൻ്റെ വേസ്റ്റ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് വാരി റോഡ് സൈഡിൽ ഇടാൻ വായിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞപ്പോൾ അവിടുന്ന് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരാളിനെ പോലും പഞ്ചായത്തിൻ്റെ അകത്തേക്ക് കടത്തിവിടാതെ സമരാഭാസം നടത്തുകയാണ്. മാലിന്യത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന കോൺഗ്രസ്സുകാർ അവരുടെ പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ വയനാട് ശവത്തിൻ്റെ പേരിൽ തിരിച്ച കാശ് വെട്ടിച്ച അതിൻ്റെ കുഞ്ഞാടുകളാണ് അവർ ശവം തൂക്കികളായ കോൺഗ്രസ്സുകാരുടെ കുഞ്ഞാടുകളായി മാറിയതിൻ്റെ ഭാഗമാണ് ഇത്രയും സമരം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. പഞ്ചായത്തിൻ്റെ നന്മയും മാത്രം അല്ലെ വികസനത്തെ മാത്രം നമ്മൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം നമ്മളവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് യാതൊരു രാഷ്ട്രീയം ഞങ്ങൾ ആരും കലർത്തിയിട്ടില്ല. കാരണം കറ്റാനം ജംഗ്ഷനിൽ കിടക്കുന്ന മാലിന്യം നീക്കുക എന്നുള്ള ഒരു അത്യാവശ്യ കാര്യമാണ്. അതിനെതിരായിട്ട് ഇവരാരെയും തന്നെ അറിയിക്കാതെ അവർ ആ പരിപാടി അവിടെ ആസൂത്രണം ചെയ്തു. മരണം സംഭവിച്ചതുകൊണ്ട് എല്ലാ ജനപ്രതിനിധികളും അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹോദരന്റെ മരണ ദിവസം കരുതിക്കൂട്ടിയ ഒരു സമരം നടത്തുകയായിരുന്നു. മാലിന്യം നീക്കം ചെയ്യുന്നതിനായി ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തിരുന്നതാണ്. എന്നാൽ ഇതറിഞ്ഞിട്ടും രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് UDF സമരം നടത്തുകയായിരുന്നുവെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. വ്യക്തിപരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചായിരുന്നു സമരനാടകം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പുഷ്പമ്മ ബോസ് മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AM ഹാഷിർ, ഡോക്ടർ പ്രിയ മോൾ, മനോജ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.